ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നാട്ടോ. ഞാൻ ചെറിയൊരു Q&A പോലെ ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ UK ലൈഫ് എങ്ങനെയുണ്ട്, മീൻസ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ, അതൊക്കെ ഒന്ന് പറയാമോ എന്ന്. അപ്പം ഞങ്ങൾ ഓർത്തു ഞാൻ തന്നെ അത് പറഞ്ഞാൽ അതിനൊരു മീനിങ് വരില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയാമെന്ന് ഓർത്തു. ഈ പറഞ്ഞ പോലെ എല്ലാരും വരുന്ന പോലെ തന്നെ UK-ലും ഇപ്പൊ മല മറിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളും വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങള്, എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടെ എല്ലാത്തിനും ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയൊക്കെ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഭയങ്കര കാൽക്കുലേഷൻ ഒക്കെ ആയിരുന്നു. ഒരു അവറിന് ഇത്ര പൗണ്ട് വെച്ച് കിട്ടും, അപ്പൊ പിന്നെ അതിൽ ഇത്ര ചെലവ് പോവുള്ളൂ, ബാക്കി ഇത്ര പൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭയങ്കര കാൽക്കുലേഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നടന്നത് എന്താന്ന് വെച്ചാൽ അതൊന്നും അല്ല കേട്ടോ. നമ്മൾ ടേബിൾ ഉണ്ടാക്കി എക്സ്പെൻസും ഇതൊക്കെ ചെക്ക് ചെയ്തു മീൻസ് ഇത്ര രൂപ എക്സ്പെൻസ് വരും, ഇത്ര രൂപ ഏണിങ്സ് ഉണ്ടാവും, ഇത്ര രൂപ സേവിങ്സ് ചെയ്യാൻ പറ്റും, അങ്ങനെ കണക്കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ എൻ്റയർലി ഡിഫറെന്റ് ആണ് ഇവിടെ. നമ്മൾ കണക്കൂട്ടുന്ന എക്സ്പെൻസസ് അല്ല വരുന്നത്, കണക്കൂട്ടുന്ന സാലറി കിട്ടിക്കൊള്ളുന്നില്ല, ടാക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാത്. 2022 സെപ്റ്റംബറിലാണ് കേട്ടോ സെപ്റ്റംബർ ഇൻടേക്കിലാണ് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു, എന്തായാലും നാട്ടിൽ നിൽക്കുന്നില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കാനഡയായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കാനഡ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ ഒബിയസ്ലി കാനഡ വിട്ടാൽ പിന്നെ UK. അങ്ങനെയാണ് UK-ലേക്ക് വന്നത്. പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല വരുമ്പോൾ. ജസ്റ്റ് നമുക്ക് പോരണം, നാട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരു രാജ്യം സെലക്ട് ചെയ്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പഠിക്കാനെടുത്ത കോഴ്സ് IBM ആണ്. ആ സമയത്ത് ഞാൻ നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എനിക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലും ഒക്കെയാണ്. പക്ഷെ അപ്പോൾ അക്കൗണ്ടിങ് കോഴ്സ് എടുത്ത് വരണോ അതോ വേറെ ഇപ്പൊ IBM എടുക്കണോ? IBM അപ്പൊ ആ സമയത്ത് എല്ലാവരും എടുത്തു വരുന്നൊരു കോഴ്സാണ് കേട്ടോണ്ടിരുന്നത്. പക്ഷെ പാസ്സാവാൻ എളുപ്പമാണെന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടതുകൊണ്ട് അപ്പൊ പിന്നെ അക്കൗണ്ടിങ് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിങ് കുറച്ചും കൂടെ ടഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പാസ്സാവാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാസ്സാവാൻ എളുപ്പമുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ IBM കയറി. പാസ്സായില്ലെങ്കിൽ PSW കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് നമ്മളത് എടുത്തത്. IBM സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഫണ്ടൊക്കെ റൈസ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു ബക്കറ്റ് വീഡിയോ ആയിരുന്നു. അറിയാവുന്നവരോടും കേൾക്കുന്നവരോടും എല്ലാവരോടും ചോദിച്ചു കടം. ഫണ്ട് റേസ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തോ റേസ് ചെയ്തു, ഞങ്ങൾ പ്രശ്നങ്ങളില്ലാണ്ട് ഇവിടെ എത്തി. അപ്പൊ 2022 സെപ്റ്റംബറിലാണ് ഞങ്ങൾ വരുന്നത്. ഷെഫീൽഡിലാണ് ഞാൻ പഠിച്ചത്. ഷെഫീൽഡ് ഹാല യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ആയിരുന്നു കോഴ്സ്. അപ്പൊ ഷെഫീൽഡ് തന്നെയാണ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ, സിറ്റി സെന്ററിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് നാട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടാ വന്നത്. പക്ഷെ അതും ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഞങ്ങള് ഏതാണ്ട് ഒരു 700 പൗണ്ട് അടുത്തായിരുന്നു ഷെഫീൽഡിലെ അപ്പാർട്ട്മെന്റ് അല്ല, അത് ശരിക്കും ഒരു സ്റ്റുഡിയോ അല്ല, കുറച്ചുകൂടെ ബെറ്റർ ആണ്, വൺ ബെഡ് ഫ്ലാറ്റിനെ പോലെ തന്നെ. പക്ഷെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ 700 കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റുമായിരുന്നു. അതെ, അന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു ഇത്ര എക്സ്പെൻസ് ഉള്ളത് എടുക്കണോ, ഒന്നുകൂടെ ചിന്തിക്കാൻ പാടില്ലെന്ന്. പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും നമ്മുടെ തലയിൽ കയറത്തില്ലല്ലോ. ഞങ്ങൾ 700 പൗണ്ടിന്റെ ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടെടുത്തു. പക്ഷെ ഇത് റൂം അങ്ങ് തുറന്നത് ഞങ്ങൾക്ക് എന്തോ ഒരു അടി കിട്ടിയ ഫീലായിരുന്നു. പക്ഷെ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ അത്രയും നമുക്ക് സൗകര്യങ്ങൾ അതായിരുന്നു മെയിൻ പ്രശ്നം. ചിലപ്പോ നമ്മുടെ തോന്നലായിരിക്കും, നമ്മുടെ വീടുകളിലൊക്കെ അത്രയും ഒരു ആവറേജ് നമ്മുടെ ഒരു വീടെന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഓടിക്കളിക്കാനുള്ള സൗകര്യം ഉള്ള ഒരു വീടാണല്ലോ. അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു റൂമിലോട്ട് മാറിയതിന്റെ ഒരു ഞെട്ടലൊക്കെ ആയിരിക്കാം ഫസ്റ്റ്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ അങ്ങനെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്നൊക്കെ ഒരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബർമാര് പറഞ്ഞ പോലെ 10-15 റെസ്യൂമെ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നു, അന്ന് ബാഗിലുണ്ടായിരുന്നു. പിറ്റേന്നോട്ട് ജോലി അന്വേഷിച്ച് ഇറങ്ങി തുടങ്ങി. ജോലി അന്വേഷിച്ച് എല്ലായിടത്തും റെസ്യൂമെ കൊടുക്കും, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറയും, തിരിച്ചു പോരും, അപ്ലൈ ചെയ്യും, റിജക്ഷൻ വരും. ഇത് തന്നെ പരിപാടി. എന്നിട്ട് പിന്നെ ലക്കിലി ഒരാളെ കണ്ടു വഴിയിൽ വെച്ച് കണ്ട് ജോലി വേക്കൻസി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആളുടെ ഫ്രണ്ട് വഴി ഒരു ഗൺസ്റ്റോൺ ബേക്കറി 2 സ്റ്റേഴ്സ് ഫുഡ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കയറി. അവിടെ മിഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് കയറി. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഉടനെ തന്നെ കയറാൻ പറ്റി. 2 ആഴ്ച മാക്സിമം അത്ര ഞങ്ങൾക്ക് അപ്പൂന് ഇരിക്കേണ്ട വന്നുള്ളൂ.
പക്ഷെ എന്റെ കാര്യം അതിൽ വലിയ കഥയായിരുന്നു. ഞാൻ വന്ന് നമ്മൾ സാധാരണ നമുക്ക് യൂണിവേഴ്സിറ്റി ചെന്ന് കഴിയുമ്പോൾ BRP കാർഡ് കിട്ടേണ്ടതാണ്. പക്ഷെ എന്റെ BRP കാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു വർഷമൊക്കെ കുറെ പേർക്ക് ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ മെയിൽ അയക്കാം, UKVAക്ക് മെയിൽ അയച്ചെല്ലാം ശരിയാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടും അതിലൊരു അനക്കം ഉണ്ടായില്ല. പിന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് അവർക്ക് മെയിലൊക്കെ അയച്ചു. എന്നിട്ട് എനിക്ക് പോസ്റ്റൽ വഴി വീട്ടിലാണ് എന്റെ BRP വന്നത് എനിക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാസം 1.5-2 മാസത്തോളം ഞാൻ വെറുതെ ഇരുന്നു. അങ്ങനെ എനിക്ക് വന്നിറങ്ങുമ്പോൾ തൊട്ടേ പണിയായിരുന്നു. 2 മാസം ഞാൻ വെറുതെ ഇരുന്നു. രാഹുൽ പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ കയറി. 2 ആഴ്ചക്കുള്ളിൽ ജോലിക്ക് കയറാൻ പറ്റി. പാടായിരുന്നു തുടക്കമൊക്കെ. നമ്മൾ ഇവിടെ ജോലിക്ക് കയറിയാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പണികൾ തരിക. മീൻസ് കട്ടിയുള്ള പണികളാണ്. ഒരു സ്കിൽഡ് ഉള്ള ആൾ വേണ്ടാത്ത പണിയാണ് തരിക. റാക്ക് എടുക്കല്, ഈ ഫ്രോസൺ സാധനങ്ങൾ എടുത്ത് മാറ്റൽ, അങ്ങനെ നല്ല കട്ടിപ്പണികൾ തന്നെയായിരുന്നു. മെഷീന്മാർ പണിയെടുക്കണമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ അവര് ഒരു മെഷീനിൽ നമുക്ക് ട്രെയിനിങ് തന്നു. അപ്പൊ അതൊക്കെ ഒരു 8 മാസം അവിടെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും അവർ കീ ഓപ്പ് എന്ന് പറഞ്ഞ പൊസിഷൻ തന്നു. മറ്റേ ടീം ലീഡ് പോലത്തെ ഒരു പൊസിഷൻ അങ്ങനെയൊക്കെ തന്നെ അവിടെ അതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ രാഹുൽ ശരിക്കും മെന്റലി ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം നാട്ടില് MRFലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇവിടെ വന്ന ജസ്റ്റ് ആദ്യം പാക്കിംഗ് ആയിരുന്നു ചെയ്തു തുടങ്ങിയത്. അപ്പം നമ്മള് അത് എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചിലപ്പോൾ നാട്ടിൽ കൊള്ളാവുന്ന ഒരു പൊസിഷനിലൊക്കെ ഇരുന്നിട്ടായിരിക്കും വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ ഏറ്റവും താഴെ എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ മെന്റലി ചിലപ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോകും. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഏത് സമയത്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ തോന്നിയത്? ഇല്ല, ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് മൂവ് ചെയ്താലോ ഇവിടെ നിന്ന്, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായി. പിന്നെ അതോടെ എന്തെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ റിജക്ഷൻ വരും, ഇന്റർവ്യൂ പോവും. പഠിച്ച മെക്കാനിക്കലായിരുന്നു. അപ്പോൾ മെക്കാനിക്കൽ ഫീൽഡിൽ ഇന്റർവ്യൂ പോവും. ഏറെക്കുറെ പല കമ്പനികളും നമുക്ക് സ്പോൺസർഷിപ്പിനോട് ഉള്ള ഒരു ജോലിയൊക്കെ തരാൻ വേണ്ടിയൊക്കെ ഒക്കെ ആയി വരുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും വരും. അപ്പോൾ അതിലേക്ക് അവർക്ക് പോവും. പിന്നെയും ഡിപ്രഷൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെയാണ് ഇവിടെ ടയോട്ട ഉണ്ട് ഡെർബിയിൽ. ഇപ്പോൾ ഡെർബിയിൽ ടയോട്ടയിൽ ഒരു വേക്കൻസി വന്ന് വിളിച്ചു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കിട്ടി. പിന്നെ ഞങ്ങളെന്നാ അങ്ങോട്ട് മൂവ് ചെയ്യാന്ന് വെച്ചു. ഞാൻ ആമസോണിലാണ് പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എന്റെ BRP ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ഫസ്റ്റ് പാർട്ട് ടൈം ജോബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോണിലാണ്, വെയർ ഹൗസിലായിരുന്നു. അപ്പൊ നാട്ടിൽ നമ്മൾ ഈ കറങ്ങുന്ന കസേരയിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ഈ 10 മണിക്കൂർ ഒറ്റ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതങ്ങ് ശീലമായി. അത് കഴിഞ്ഞ് ഞാൻ ഡെർബിയിലേക്ക് മൂവ് ചെയ്ത ടൈമിൽ ഞാൻ ആ ജോബ് നിർത്തി. കാരണം എനിക്ക് ഷെഫീൽഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഡോൺകാസ്റ്ററിലായിരുന്നു. അപ്പോൾ ഡെർബിന്ന് അവിടെ വരെ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട്, പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിർത്തി. അപ്പോഴും നമ്മൾ നോക്കിയത് ടയോട്ട പോലെ വലിയൊരു കമ്പനിയാണല്ലോ, അപ്പോൾ സ്പോൺസർഷിപ്പ് തരുമായിരിക്കും. അങ്ങനെയൊക്കെ കുറച്ചുകൂടെ മെക്കാനിക്കൽ കോർ ഫീൽഡ് ഓറിയന്റഡ് ജോബായിരിക്കും എന്നൊക്കെ ഓർത്താണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറുന്നത്. പക്ഷെ അത് ഞങ്ങള് വലിയൊരു മണ്ടത്തരായിരുന്നു. അത് ഞങ്ങൾ എടുത്ത വലിയൊരു മണ്ടത്തരായിട്ടുള്ള തീരുമാനങ്ങളാണ് കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തത്. ടൊയോട്ട എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിനെ വെച്ചിട്ട് മാത്രമാണ് ഞങ്ങള് ഞാൻ എന്റെ ജോബ് കളഞ്ഞു. ഞങ്ങൾ അവിടുത്തെ ആ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടായിരുന്നു ആ സമയത്ത്. അതെല്ലാം വിട്ടിട്ട് നേരെ ഡെർബിയിലേക്ക് മൂവ് ചെയ്തു. മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ എന്താ പറയാ, എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് ഇട്ടു എന്നൊക്കെ പറയുന്ന അവസ്ഥയായിരുന്നു. നല്ല പാടായിരുന്നു, ഫിസിക്കലി നല്ല പാടായിരുന്നു. അത് ട്രെയിനിങ് ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മള് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലിയാണ്. അസംബ്ലി എന്ന് പറഞ്ഞാല് ഏതാണ്ട് 300 കാറുകളോളം ഒരു ഷിഫ്റ്റിലെ പുറത്തിറങ്ങും. അപ്പോൾ ഏതാണ്ട് 80 സെക്കൻഡ് ഒരു കാറ് പുറത്തിറങ്ങാൻ എടുക്കുന്ന സമയം. ആ 80 സെക്കൻഡിൽ ഞാൻ ഡോർ ലൈനിലായിരുന്നു ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്ന ലൈൻ, ഡോർ ലൈൻ. കാരണം ഒരു വണ്ടിക്ക് 4 ഡോറുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ 2 ഡോറുണ്ട്. അപ്പോൾ ഇത്രയും ഡോറിൽ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ 80 സെക്കൻഡിൽ 10-16 നെറ്റ് അടിക്കണം, ബോൾട്ട് അടിക്കണം, അതിൻ്റെ കൂടെ കുറേ അസംബ്ലി ഫിറ്റിങ്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവർ ട്രെയിനിങ് ഒക്കെ തരും. പക്ഷേ നമ്മൾ ഫിസിക്കലി ഭയങ്കര ടയർഡായി പോകും. ഒരു 1 വീക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ കൈക്ക് നംനെസ് ആയിരിക്കും. മീൻസ് ടച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഫിംഗർ ടിപ്സിലൊന്നും. അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. ഏതാണ്ട് 3-4 മാസം പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ അത്രയും കഷ്ടപ്പാടായപ്പോഴാണ് പിന്നെ NHS അപ്ലൈ തുടങ്ങി.
NSS ഞങ്ങൾ കാര്യം പറഞ്ഞാൽ പണ്ടോട്ടെ അപ്ലൈ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഒരു കുറെ റിജക്ഷൻ അങ്ങ് വന്നു കഴിഞ്ഞപ്പോ പലയിടത്തുനിന്നും ഞങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടു, അങ്ങനെയൊന്നും NHS കിട്ടത്തില്ല. മലയാളികളെല്ലാം പറയും NHS കിട്ടല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇപ്പോഴാണ് പിന്നെ മലയാളികൾ കയറി തുടങ്ങിയത്. നമ്മളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരും അപ്ലൈ ചെയ്യുന്ന പോലും ഇല്ല. അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ റിജക്ഷൻ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് എല്ലാരും പറയും എന്തായാലും അത് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല എന്നൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ഒരു 2-3 റിജക്ഷൻ ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഷെഫീൽഡിൽ വെച്ച് ഞങ്ങൾ രണ്ടതങ്ങ് ഉപേക്ഷിച്ചു. ഇതെന്തായാലും നടപടിയാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെ ഡെർബിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ സിസ്റ്ററിന്റെ ഒരു ഫ്രണ്ട് അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ കോഴ്സ് കഴിഞ്ഞ് ഉടൻ തന്നെ NSS കയറിയതാണ്. അപ്പൊ അവനോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു മോട്ടിവേഷന്റെ പുറത്താണ് ഓക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ അങ്ങ് നിർത്തി. കാരണം ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പാർട്ട് ടൈം അപ്ലൈ ചെയ്തിട്ട് കുറെ റിജക്ഷൻ ഒക്കെ വന്നതുകൊണ്ട് ഞാൻ എന്റെ ആപ്ലിക്കേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അപ്പുവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. NSS അപ്ലൈ ചെയ്തപ്പോൾ കുറെ കൺസിഡർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് 10-15 പൗണ്ട് പെർ അവർ കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ നേരെ ബേസിക് സാലറി UK മിനിമം വേജിലേക്ക് 11 പൗണ്ട് ആ വേജിലേക്ക് വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല NHS അപ്ലൈ ചെയ്യാൻ നോക്കാം എന്നുള്ള ഇതിലൊക്കെ വന്നു. കാരണം നമുക്ക് ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊന്ന് മെന്റലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുള്ളതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഫിസിക്കലി സ്ട്രെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടൊന്ന് ഓക്കെ ആയിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണല്ലോ ബെറ്റർ എന്നൊരു ഫീല് തോന്നിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ രാഹുലിന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ ഞങ്ങൾക്കൊരു അടുപ്പിച്ചൊരു 4 ഇന്റർവ്യൂ കിട്ടി. 4 ഇന്റർവ്യൂ കിട്ടി. ഒരെണ്ണം ബാൻഡ് 4, ഒരെണ്ണം ബാൻഡ് 3, 2 ബാൻഡ് 2. അങ്ങനെ അതിലൊരു ബാൻഡ് 2 കിട്ടി പോർട്ടറിങ് ക്യൂൻസ് ഹോസ്പിറ്റലില് ബെർട്ടണില്. അപ്പോ എല്ലാരും കുറെ പേരൊക്കെ പറഞ്ഞു ബാൻഡ് 2 അല്ലേ പോണോന്ന് ചോദിച്ചപ്പോ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നു ടയോട്ടയില് എന്റെ ടീം ലീഡ് ചോദിച്ചു, എന്റെ മാനേജർ ചോദിച്ചു നീ ബാൻഡ് 2 ജോബിന് വേണ്ടി ഇത് കളഞ്ഞിട്ട് പോകുന്ന നഷ്ടമല്ലേ, ഇത്ര രൂപ വ്യത്യാസം വരില്ല എന്നൊക്കെ ചോദിച്ചു. കുഴപ്പമില്ല എന്നുള്ള മൈൻഡിൽ ഞങ്ങള് കയറി. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ബാൻഡ് 2 കയറി പോർട്ടിങ്ങിൽ. അപ്പം നമ്മൾ കയറി വലിയ താമസമില്ലാണ്ട് അതൊക്കെ ബാക്കി വേറെ ജോബുകളൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയായിരുന്നു. ബാൻഡ് 3, ബാൻഡ് 4, 5 ഒക്കെ. അപ്പോഴും കുറേ ഇന്റർവ്യൂസ് ഒക്കെ വരും. പിന്നെ കയറി ഒരു 2 മാസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പിന്നെ ഇന്റർവ്യൂസ് വരും. മറ്റേ ഇന്റർവ്യൂ കിട്ടാറില്ലായിരുന്നു, പിന്നെ ഇന്റർവ്യൂസ് കിട്ടി തുടങ്ങി. അത്യാവശ്യം എല്ലാം കുറേയൊക്കെ ഇന്റർവ്യൂ കിട്ടും. അപ്പൊ പിന്നെ വില്ലനായിട്ട് വരുന്ന ഇതാണ് എക്സ്പീരിയൻസ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഞങ്ങൾ പഠിച്ച് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെറിയ ജോബ് ആണെങ്കിൽ കൂടി നമ്മൾ NHS ഉള്ളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി തുടങ്ങും. അങ്ങനെ തോന്നി കേട്ടോ. പിന്നെ അതുപോലെ ഞാനൊരു 3 മാസം ഷെഫീൽഡിൽ നിന്ന് ഡെർബിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം എനിക്ക് ജോബൊന്നും കിട്ടിയില്ല. ഞാൻ പാർട്ട് ടൈം ഒക്കെ അന്വേഷിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ആ ടൈമില് എനിക്ക് ജോലി കിട്ടേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ അതുപോലെ ഇരുന്ന് NHS അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ കോഴ്സ് സെപ്റ്റംബർ ഇൻടേക്കുകാർക്ക് ഒരു സെപ്റ്റംബർ നവംബറോട് കൂടിയൊക്കെ കോഴ്സ് തീർന്ന റിസൾട്ട് ഒക്കെ വരുമല്ലോ. ഞാനൊരു ഓഗസ്റ്റ് തൊട്ട് എനിക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തേക്ക് കുറെ റിജക്ഷൻ വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ റിജക്ഷൻ വന്നപ്പോഴും ഞാൻ സ്വന്തമായിട്ടൊരു അനാലിസിസ് നടത്തി. എന്തുകൊണ്ടായിരിക്കും റിജക്ഷൻ വന്നത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടായിരിക്കും എന്നൊക്കെ ഒന്ന് സ്വന്തമായിട്ടൊരു അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ഞാൻ കുറെയൊക്കെ ചോദിച്ചു, സാധാരണ അവർ വിളിച്ചാൽ കിട്ടാറില്ല, ചിലപ്പോൾ ഫോൺ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ മെയിൽ അയച്ചു നോക്കി ഞാൻ അവരുടെ അടുത്ത് മാക്സിമം എന്തുകൊണ്ടാണ് റിജക്ഷൻ കിട്ടിയത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിരുന്നു എനിക്ക് റിജക്ട് ആയി, അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ കുറച്ച് പേരൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ അടുപ്പിച്ച ഒരു 4 ഇന്റർവ്യൂ കിട്ടിയത്. അതിൽ ഒരെണ്ണം ഒരു ബാൻഡ് 3 പോസ്റ്റ് ആയിരുന്നു. അതാണ് എന്റെ ഫസ്റ്റ് NSSലെ ജോബ്. അത് പക്ഷെ ബർമിംഗ്ഹാമിലായിരുന്നു. എനിക്ക് ദൂരം നല്ല കൂടുതലായിരുന്നു, ബാങ്ക് ജോബും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാനത് ചെയ്തു. കാരണം എനിക്കത് മനസ്സിലായായിരുന്നു. കാരണം അപ്പുന് വരുന്ന ഇന്റർവ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു നമ്മൾ NHSന്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അത് അങ്ങനെയാണ് ഞാൻ പിന്നെ ദൂരം ഒന്നും കണക്കാക്കാണ്ട് ആ ബാങ്ക് ജോബ് ചെയ്തു. ഒരു 2-3 മാസത്തോളം ചെയ്തു. ആ സമയത്ത് ഞാൻ സെയിം ടൈമിൽ ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് സാറ്റർഡേസും അങ്ങനെയൊക്കെ ആമസോണിൽ വർക്ക് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നോക്കി
ആ ബാങ്ക് ജോബ് ചെയ്തോണ്ടായിരുന്നത്. സമയത്ത് ഒന്നുകൂടെ ആമസോണിൽ കയറിയായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഈ അവിടെ ആ റിക്രൂട്ട്മെന്റ് ജോബ് കിട്ടിയ സെയിം ടൈമിൽ തന്നെ എനിക്ക് ആമസോണിലും കിട്ടിയായിരുന്നു. പക്ഷെ NHS ഒരു കുഴപ്പമുണ്ട്. NHS നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 മാസം എടുക്കും പ്രോസസ്സിംഗ് ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ടൈം ചെയ്യാലോ എന്ന് ഓർത്ത് ഞാൻ ആമസോണിൽ തന്നെ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഈ 2 ജോലിയും കൂടെ ഞാൻ അറ്റ് എ ടൈം കൊണ്ടുപോയി. പിന്നെ ആ സമയത്താണ് രാവിലെ ഒരു ബാൻഡ് 3 എനിക്കൊരു ബാൻഡ് 3 പോസ്റ്റ് കിട്ടി ലെസ്റ്ററിൽ. ഞങ്ങൾ അന്വേഷിച്ചു സ്പോൺസർഷിപ്പ് കിട്ടുമെന്നുള്ള അന്വേഷിച്ചു, കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കരിയറിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണല്ലോ നമുക്ക് പോർട്ടിംഗ് സൂപ്പർവൈസർ ലെസ്റ്ററിൽ കിട്ടി. ഗ്ലെൻഫീൽഡ് ഹോസ്പിറ്റലിലായിരുന്നു കിട്ടിയത്. അപ്പം അത് പോകാൻ വേണ്ടിയിരുന്നു. ഏറെക്കുറെ എല്ലാ പേപ്പറൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ, സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബാൻഡ് 4 മെക്കാനിക്കൽ മെയിൻ്റനൻസിൽ മൾട്ടി സ്കിൽഡ് ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നത്. അപ്പം ഞാൻ നേരത്തെ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ റിജക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എൻ്റെ മാനേജറും എൻ്റെ സൂപ്പർവൈസറും പറഞ്ഞു, നീ അപ്ലൈ ചെയ്യുന്ന എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ബാൻഡ് 4 മൾട്ടി സ്കിൽഡ് ക്ലാസ് പേഴ്സൺ അത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് അവർ വിളിച്ചു, ഇന്റർവ്യൂ കിട്ടി. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. കാരണം ഹെൽത്ത് കെയറിൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പോർട്ടറിംഗ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് ഡിപ്പാർട്ട്മെന്റുകൾ അറിയാം, എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ പിന്നെ മെക്കാനിക്കൽ സ്കില്ല് അതിനെ കുറിച്ച് ബേസ് ചെയ്ത് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പ്രാക്ടിക്കൽ ടെസ്റ്റ് പോലെയൊക്കെ നടത്തി. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ബാൻഡ് 3 ജോബ് അത് വേണ്ടെന്ന് വെച്ച് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് അത്യാവശ്യം ഒരു സ്പോൺസർഷിപ്പ്. അത് എനിക്ക് കോൺട്രാക്ട് തന്നേക്കുന്നത് 66 വയസ്സ് വരെ എന്നുള്ള രീതിക്കൊക്കെ കോൺട്രാക്ട് ഉണ്ട്. വിസയുടെ കാര്യം സംസാരിച്ചപ്പോൾ അവർ വിസ തരാമെന്നുള്ള രീതിക്കാണ് പറഞ്ഞത്, HR-ഉം മാനേജ്മെന്റും. പിന്നെ നമ്മൾ ഇപ്പൊ എന്തായാലും PSWയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ചാടിപ്പിടിച്ച് മാറേണ്ട ആവശ്യമില്ല, അതൊക്കെ മാറാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് ആ NHS വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ അപ്പോഴും ഞാൻ എന്റെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് റിജക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ ഡിമോട്ടിവേറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തോണ്ടിരുന്നത്, എനിക്ക് ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ ഞാൻ 2 ആപ്ലിക്കേഷൻ ഇടുമായിരുന്നു. അപ്പൊ മീൻസ് എന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരുപാട് റിജക്ഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ മെന്റലി അങ്ങ് വല്ലാണ്ട് താഴെ പോവല്ലോ. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മെത്തേഡാണത്. ഒരു മിനിമം ഒരു 10 ആപ്ലിക്കേഷൻ എങ്കിലും ഞാൻ ലൈവിലി ഇട്ടിട്ടുണ്ടാവും. ഞാൻ അതുപോലെ അപ്ലൈ ചെയ്തായിരുന്നു. ഞാൻ എന്റെ പ്രൊഫൈൽ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അത്രയും റിജക്ഷൻ വരാനുള്ള കാരണം അത് തന്നെയാണ്. അത് എന്നെ ഞാൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി, ഒന്ന് സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. മീൻസ് ഹോപ്പ് പോവരുതല്ലോ നമുക്ക്. ഓരോ റിജക്ഷൻ കിട്ടുമ്പോഴും ഇത് പോട്ടെ, കുഴപ്പമില്ല, അടുത്തത് അവിടെ കിടപ്പുണ്ടല്ലോ എന്ന് ചിന്തിക്കണമല്ലോ. പിന്നെ നമ്മൾ ഒരു സ്ഥലം മാത്രം ഫോക്കസ് ചെയ്തല്ല അയക്കാറ്. അത്യാവശ്യം ഇപ്പൊ തൊട്ടടുത്തുള്ള ഏരിയയിലെ എല്ലാ ട്രസ്റ്റുകളിലും നമ്മൾ അപ്ലൈ ചെയ്യും, എല്ലാ ഹോസ്പിറ്റലുകളും അപ്ലൈ ചെയ്യും. ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നമാണ്, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞ ആ സമയത്ത് ഞങ്ങളുടെ പ്രശ്നം എങ്ങനെയാലും വിസ വേണം. അപ്പൊ ഞങ്ങൾ 2 പേർക്കും ഇപ്പോ ഒരാൾക്ക് വിസ സ്പോൺസർഷിപ്പുള്ള ജോബ് കിട്ടിയാലോ ആ കൂടെ മറ്റേ ആൾക്ക് മൂവ് ചെയ്യാലോ എന്നുള്ള ഇതിൽ ഞങ്ങൾ ഓൾ ഓവർ UK ആണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്ഥലം മാത്രം ഒന്നും ഫോക്കസ് ചെയ്തല്ല അപ്ലൈ. നമ്മള് ഒരു ദിവസം 5-6 hours 7 hours ട്രാവൽ ചെയ്ത് ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട്. 2 ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. ഞാൻ ഒരു ദിവസം 4 ഇന്റർവ്യൂ വരെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. 4 ഇന്റർവ്യൂ വരെ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒത്തിരി ഹെൽപ്പ് കിട്ടും നമുക്ക്. ചില ട്രസ്റ്റുകൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് മെയിൽ തരും, നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരും. നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടീംസ് മീറ്റിംഗ് വഴി ഇന്റർവ്യൂ നടത്തി തരും. അങ്ങനെ എല്ലാം ചെയ്തു തരും. അങ്ങനെ ആണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. ബാൻഡ് 2 പോസ്റ്റ് ആണ്. കാരണം ഞാൻ എന്റെ ആദ്യത്തേത് ബാൻഡ് 3 ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ നോക്കിയിട്ട് കിട്ടിയ ഒരു ബാൻഡ് 2 ജോബ് ഞാനത് സെലക്ട് ചെയ്തു. ഫുൾ ടൈം ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അതങ്ങനെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് എല്ലാം നോക്കി വരുമ്പോൾ ചിലപ്പോൾ നമ്മള് അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരു സ്ഥലത്ത് നിൽക്കണം, 2 പേർക്കും പോകാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ വരുത്തേണ്ടി വരും. പിന്നെ നമ്മൾ നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് ഒരു വർക്കിന് കയറി കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് നോക്കുക. 100% കൊടുക്കുക. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മാനേജ്മെന്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾ സപ്പോർട്ട് ചെയ്യും നല്ല പോലെ. കാരണം അപ്പനാണേലും അതെ, മാനേജേഴ്സ് നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ്, അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അവരൊക്കെ പറഞ്ഞിട്ടാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്തതും. അവര് നമുക്ക് വേക്കൻസി എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവര് പറഞ്ഞു തന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമുക്കിപ്പോഴും ഈ വിസ എന്ന് പറയുന്ന ഒരു പ്രശ്നം കിടക്കുന്നത് കൊണ്ട് അതിനുള്ള സാഹചര്യം നോക്കിയിട്ട് ഇപ്പൊ ബാൻഡ് 2 ജോബിന്
അവർ ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു കേട്ടോ മാനേജേഴ്സ്. എന്റെ മാനേജേഴ്സ് ഒത്തിരി ട്രൈ ചെയ്തു. HR ഒക്കെ ആയിട്ട് അവർ പോയി സംസാരിച്ചു, മെയിൽ വഴി കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്തു. പക്ഷെ ഒരിക്കലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ HR ഹെഡ് പറഞ്ഞു. HR ഹെഡ് എനിക്ക് നേരിട്ട് മെയിൽ അയച്ചു, ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട്. എന്നിട്ട് ആളും ട്രൈ ചെയ്തിട്ട് നടക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അവർ തന്നെ നമുക്ക് നിനക്ക് വിസ വേണമല്ലോ, അപ്പൊ നീ അടുത്ത നോക്ക്, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ അവർ വരുന്നത്. ഇപ്പൊ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും നമുക്ക് അവിടെ ഒരു കരിയർ ഗ്രോത്ത് കിട്ടുന്നത്. നമ്മൾ നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. ഇതില് UK ലൈഫ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഓക്കെ, ഫാമിലി ആയിട്ട് നിൽക്കാലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ മിസ് ചെയ്യുന്നുണ്ട്, നാട് മിസ് ചെയ്യും, പല ഫംഗ്ഷൻസും നമ്മൾ മിസ് ചെയ്യും. അതിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എക്സ്പെൻസസ് ഡേ ടു ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഇപ്പൊ 3-4 സ്ഥലത്ത് വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും വർക്ക് ചെയ്യാൻ സൗകര്യം NHS ആണ്. കാരണം നമുക്ക് ഇത്രയും വർക്ക് പ്രഷർ ഇല്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. എന്തുകൊണ്ടും വർക്ക് ചെയ്യാൻ സൗകര്യം NHS ആണ്. പക്ഷെ അതേസമയം മറ്റുള്ളവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ആസ്പെക്ട് നോക്കി കഴിയുമ്പോൾ കുറച്ച് കുറവുണ്ടാവും. അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിലാണ്. ഇപ്പൊ ഞാൻ 1-2 കമന്റ് ഒക്കെ കണ്ടായിരുന്നു NSS കിട്ടിയിട്ട് എന്തിനാന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. സാലറി വൈസ് NSS കുറവാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടോട്ടലി ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്. നാട്ടിൽ ഈ പറഞ്ഞ പോലെ 6 ദിവസം വർക്ക് ചെയ്ത് ഒരു ദിവസം ഓഫ് കിട്ടിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഇവിടെ നമുക്ക് വീക്കിലി ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പം മൺഡേ ടു ഫ്രൈഡേ ആണ്, സാറ്റർഡേ സൺഡേ 2 പേർക്കും ഓഫാണ്, ടൈം കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്പെൻസുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന ഏണിങ്സിനനുസരിച്ചുള്ള എക്സ്പെൻസ് ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നൊന്നും. പിന്നെ ഓരോരുത്തരുടെ എക്സ്പെൻസുകളും സ്പെൻഡ് ചെയ്യുന്ന രീതിക്ക് വെച്ചിട്ടിരിക്കും കേട്ടോ. പക്ഷെ അത്ര അധികമൊന്നും ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന പോലെ സേവ് ചെയ്യുന്ന പോലെ ഒന്നും ഇവിടെ നടക്കും തോന്നുന്നില്ല. എല്ലാത്തിനും ടാക്സ് ഉണ്ട്, തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ടാക്സുകളാണ്. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള എക്സ്പെൻസുകളുണ്ട്. ഇതെല്ലാം കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങ് പോവാം. 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോവാം. ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ ഓടിച്ചു പോലെ ഭയങ്കര ബുദ്ധിമുട്ടായി, നല്ല സ്ട്രഗിളിംഗ് ആയിരിക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തതിന്റെ കാരണം മീൻസ് ഇപ്പൊ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങളത്. ഒത്തിരി പേർക്ക് അറിയാം മീൻസ് എങ്ങനെയാണ് UK ലൈഫ് എന്നുള്ളത് അറിയണമെന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞങ്ങൾ ആൻസർ ചെയ്തോളാം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.